ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തായാലും വിഷ്ണുണ്ണില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്പുടും ഇല്ല, ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിഷ്ണുന്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് മതി. കാര്യം വിഷ്ണുന്റെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. സോ അപ്പൊ ഞാൻ ഓർത്തു ഞാൻ മാത്രം മതി, എനിക്കല്ലേ പറയാനുള്ളൂ എന്ന് ഓർത്തു. അപ്പൊ ഇത് ബോയ്സ് കാണരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ അവർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോ അവർ അറിഞ്ഞിരിക്കേണ്ട വീഡിയോ ആണെന്നും പറയുന്നില്ല. അറിഞ്ഞാലും കുഴപ്പമില്ല, അറിഞ്ഞിരുന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഗേൾസിന് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും തോന്നുന്നു. എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പലരും ഇത്തരം ഒരു വീഡിയോസ് ഇട്ടത് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ തോന്നുന്നു ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ഇത് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിൽ ഞാൻ നെഗറ്റീവ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട വീഡിയോയ്ക്ക് ഒത്തിരി പോസിറ്റീവ്, ഒത്തിരി അല്ല ഫുൾ പോസിറ്റീവ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം അവർക്ക് അത് ഗുണം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മളൊരു ബ്ലോഗ് ഇടുമ്പോൾ അത് അവർക്ക് നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ. സോ അങ്ങനെ അപ്പൊ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടെ ആണ് അറിഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഔട്ട്ഫിറ്റ് ഇടുമ്പത്തിനും ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ നമ്മൾ ഏറ്റവും കംഫർട്ട് ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രായാണല്ലോ. അപ്പൊ അത് അത്രയും കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിന് ഒട്ടും വൃത്തിയില്ലാത്തൊരു ഒരു അവസ്ഥ വരില്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ പർച്ചേസ് ഇപ്പൊ അല്ല കുറേ ആയിട്ട് ഞാൻ ഇതിനെ പറ്റി അറിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ പാൻറ്റീസ് ആയിക്കോട്ടെ, ബ്രായ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് എല്ലാം ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഷയ്യബ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ്. അവിടെ ഇത് മാത്രമല്ല നമ്മുടെ നൈറ്റ് വെയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏറെ നാളായിട്ട്, ഞാൻ ഒത്തിരി മുന്നേ തൊട്ടിട്ട് ഞാൻ അവിടെ നിന്നാണ് ഞാൻ അധികം പർച്ചേസ് ചെയ്യാറ്. കാര്യം നല്ല ക്വാളിറ്റീസ് ആണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽ എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. എത്ര വാഷ് കഴിഞ്ഞാലും അതിന്റെ ആ ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിച്ച കുറച്ച്, ഞാനൊരു 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നെയ്റ്റ് ഡ്രസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഞാൻ കുറച്ച് അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം എന്താ വാങ്ങിയിട്ടുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരെണ്ണമാണ് കേട്ടോ. ടേസ്റ്റ് ആകും, ഞാൻ പൊട്ടിച്ചിട്ടില്ല. നല്ല ഭംഗിയില് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇവിടെ കണ്ടോ. ഇതുപോലെ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. എനിക്ക് മെറ്റീരിയൽ പറയാൻ അറിയത്തില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു 2 കോട്ടിങ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ 2 എണ്ണമായിട്ടാണ് ഇതിൽ വരുന്നത്. നല്ല കട്ടിക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് സെന്ററിൽ കൂടെ ഒരു കട്ടിങ് വരാത്തത് കൊണ്ട് നമ്മൾ ഡ്രസ്സ് ഒന്നും ഇടുമ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ വരയൊന്നും കാണത്തില്ല. അതും കാര്യം നമ്മൾ സെന്ററിൽ കൂടെ ഒരു കട്ടിങ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഏത് ഡ്രസ്സിനോട് പ്ലെയിൻ ഡ്രസ്സ് ഒക്കെ ഇടുമ്പോഴത്തേനും അത് വൃത്തിയായിട്ട് അങ്ങനെ കാണും. സോ ഇത്തരം ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വരയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരൂല കേട്ടോ. കണ്ടോ, പിന്നെ അതുപോലെ തന്നെ നല്ല എലാസ്റ്റിക് ആണ് കണ്ടോ. നമുക്ക് അങ്ങനെ വേർപ്പ് കെട്ടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് അവിടെ അങ്ങനെ ഒരു റാഷസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ ഇതാണ് കേട്ടോ. മറ്റേ എലാസ്റ്റിക് ആണ്. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. അധികവും ഞാൻ 2 ഓപ്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 3 ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. നല്ല പക്കയായിട്ട് നമുക്ക് കിടക്കോട്ടെ, നമുക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കാണത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു സ്ട്രാപ്പാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒത്തിരി തിന്നായിട്ടുള്ള സ്ട്രാപ്പ് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഈ ഒരു മീഡിയം ഈ ഒരു ഇത് വരുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. ഞാൻ എടുക്കാറുള്ളത് കേട്ടോ. അപ്പൊ പൊതുവെ എന്താ പറയാ, എല്ലാവരും അവരവരുടെ കംഫർട്ട് നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. ഞാൻ ഇത്തരമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതുപോലത്തെ ഒരു ബ്ലാക്കും പിങ്കും കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കളറിലാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് അല്ല ടീഷർട്ടിനൊക്കെ എൻ്റെ അടുത്ത് ഇതിന്റെ ഈ ഒരു കളർ ടീഷർട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ടീഷർട്ടിക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ ടീഷർട്ടിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് കിടക്കും, ഒരു പ്രശ്നവും കാണത്തില്ല. കാര്യം എന്താ പറയുക, നമുക്ക് യാതൊരു രീതിയിൽ നമ്മുടെ നിപ്പിൾസിന്റെ കാണുന്നുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മളിടുന്ന എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിന്റെ ഒന്നും കാണില്ല. നല്ല പക്കയായിട്ട് നന്നായിട്ട് നിൽക്കുകയും ചെയ്തിട്ട് നല്ല മെറ്റീരിയലാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. കണ്ടോ, ഇതിന്റെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. ഇതിന്റെ സ്ട്രാപ്പ് ആണെങ്കിലും ഞാൻ ഈ ഒരു ഇതിലുള്ള സ്ട്രാപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ ഒരുപാട് ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ അവരിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഷോപ്പുകളിൽ ഒന്നും കിട്ടാത്ത ഒത്തിരി മോഡൽസ് എന്ന് വെച്ചാൽ ഒത്തിരി മോഡൽസ് ഇവരുടെ പേജിൽ അവൈലബിൾ ആണ് കേട്ടോ.
ഇപ്പോൾ സ്പോർട്സ് ബ്രാ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വെറൈറ്റി സ്പോർട്സ് ബ്രാ ഉണ്ട്. അതല്ലാത്ത ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇനിയിപ്പം ഒത്തിരി മെലിഞ്ഞവർക്ക് നമ്മൾ പഫഡ് ആയിട്ടുള്ള പഫൊക്കെ വെച്ചിട്ടുള്ള വാങ്ങിക്കുമല്ലോ, അപ്പൊ അതുപോലത്തെ പഫ് വെച്ചതൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോരോ ഓഫറിലാണ്. എന്നും സെയിം റേറ്റ് അല്ല, എന്നും അവർക്ക് ഡിഫറെന്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കറക്റ്റ് സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പേജിലേക്ക് കയറുമ്പോൾ തന്നെ, നമ്മൾ ഗൂഗിളിൽ പോയി ഷയ്യവേ നടിച്ച അവരുടെ പേജിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം നമുക്ക് അവർ നമുക്കൊരു കാൽക്കുലേറ്റർ തരുന്നുണ്ട് കേട്ടോ. അവർ നമുക്ക് നമ്മുടെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാൽക്കുലേറ്റർ അവർ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സൈസ് എന്താണെന്നുള്ളത് കറക്റ്റ് അറിഞ്ഞതിന് ശേഷം നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുറത്തെ ഷോപ്പിൽ നിന്നും നമ്മൾ അങ്ങനെ എടുക്കുമ്പോഴത്തേനും ABC എന്നുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. ഞാൻ പോയിടത്തൊന്നും അങ്ങനെ ABC എന്നുള്ള ഓപ്ഷൻസ് ഇല്ല. പക്ഷെ ഷയ്യവേന്ന് നമുക്ക് ഇപ്പോൾ 36 എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 36 ABC എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതാ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മോഡലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു നെറ്റ് പോലെയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ, നെറ്റ് പോലെയാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഒരു കവറിങ് കിട്ടും നമുക്ക്. ചിലർക്ക് ഇവിടെ ഇടുമ്പോഴത്തേനും ഇവിടെ ചിലർക്ക് പാകം അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടാവും. സോ ഇതാകുമ്പോൾ അങ്ങനത്തെ വൃത്തികേടും കാര്യങ്ങളൊന്നും വരത്തില്ല. കംപ്ലീറ്റ് ഒരു കവേർഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും. നമുക്ക് ഇച്ചിരി ഇപ്പം എന്തെങ്കിലും നെക്ക് ഇറങ്ങിയതൊക്കെ ഇടുക, ഇച്ചിരി ഇറങ്ങിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ട് പ്രശ്നം ഉണ്ടാവില്ല. കാര്യം നല്ല രീതിയിൽ ഇതിങ്ങനെ കയറി കിടക്കും. അപ്പം അതാ അത്തരം ഒരു ഇതായിട്ടോ. ഇതിൻ്റെ അത് നല്ല പക്കയാണ്, നല്ല സോഫ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ ആ ഒരു ഇത് ഇടുമ്പോഴത്തെ ഒരു കംഫർട്ടബിളും എനിക്ക് നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇതാ ഒരെണ്ണം ഇതാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഈ ലൈറ്റ് ഷെയ്ഡ് എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൈറ്റിനോട് അത്ര താല്പര്യമില്ല. എനിക്ക് വൈറ്റ് ഒട്ടും സെറ്റ് ആകത്തില്ല. അപ്പോൾ ഞാൻ വൈറ്റ് എടുക്കാറില്ല. അപ്പം ഞാൻ ഇതൊരു ലൈറ്റ് കളറിൽ എടുത്തിട്ടുള്ള ഒരു പിങ്ക് ലൈറ്റ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിങ്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ അതുപോലത്തെ ഒരു കളറാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അപ്പം നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു വയലറ്റ് പർപ്പിൾ ഇല്ല, അപ്പോൾ അതിൻ്റെ ഒരു വേറെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതുണ്ട് ഇങ്ങനത്തെ കളർ ചേഞ്ച്. ഇതിനെ എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീഷർട്ടിനൊക്കെ നമുക്ക് വൈറ്റ് ടീഷർട്ട് ആയിക്കോട്ടെ, ലൈറ്റ് ആയിട്ടുള്ള ടീഷർട്ട് ഉണ്ടാവില്ല, അങ്ങനെ ലൈറ്റ് കളേഴ്സിന് വേണ്ടിയിട്ട് എടുത്ത് മെയിനായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ. നമ്മൾ ഏത് ഡ്രസ്സ് ഇടാനായിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടീഷർട്ട്സ് ആയിക്കോട്ടെ, കുർത്തീസ് ആയിക്കോട്ടെ, സാരീസ് ആയിക്കോട്ടെ, അതിലേക്ക് എല്ലാം വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന അതിനെല്ലാം പറ്റുന്ന ഓരോ ബ്രായൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെല്ലാ ഡ്രസ്സിന്റെയും ഒരേ തന്നെ ചിലപ്പോൾ നമുക്ക് യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൃത്തി ഇടണമെന്നില്ലല്ലോ. അപ്പം ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും അതിൻ്റെതായ രീതിക്ക് നമ്മൾ ഇതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഡ്രസ്സിങ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ ആ ഒരു മോഡലിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ അങ്ങനെ ഇത് ഇതാണ് കേട്ടോ, പാൻറ്റീസ് ആണ്. ജസ്റ്റ് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ ഓഫേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഓഫറിലൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഓഫറിൽ കിട്ടും. അപ്പോൾ എനിക്ക് ഇതായിരുന്നു ഓഫറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ല, എല്ലാ ദിവസവും അവിടുത്തെ ഓഫേഴ്സ് ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. സോ നമുക്ക് ഇന്ന് ഇതാണെങ്കിൽ പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ 50% ഓഫർ ആയിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും 70% ഓഫർ, അങ്ങനെ ഓഫേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവുക കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈറ്റ് ഡ്രസ്സാണ്. രാത്രി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെടുത്ത ഒരു നൈറ്റ് ഡ്രസ്സാണ്. എനിക്ക് ഈ കളർ എനിക്ക് 2 എണ്ണം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ കുറച്ചധികം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ ഇതേ കളറിൽ പാൻസ് ആണ് എടുത്തത്. ഇത്തവണ ഞാൻ ഇതേ കളറിലുള്ള ഒരു 3/4 ഒരു ഷോർട്ട്സും ഒരു ടീഷർട്ടും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല മെറ്റീരിയൽ ഉണ്ട്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. എൻ്റെ കൈയൊക്കെ നല്ല സൂപ്പർ അല്ലേ. ഇനിയിപ്പോൾ ഞാൻ രാത്രി ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞാലേ ചിലപ്പോൾ മറ്റുള്ളവർ അറിയുള്ളൂ, അല്ലെങ്കിൽ വല്ല ജീൻസിന്റെ കൂടെ ഒക്കെ വേറെ ഇതാരും അറിയാനൊന്നും പോകുന്നില്ല നൈറ്റ് ഡ്രസ്സ് ആണെന്നുള്ളതൊന്നും. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി നല്ല നല്ല നൈറ്റ് ഡ്രസ്സസും കാര്യങ്ങളും പലാസോസും അതുപോലെ 2 പീസ് കാര്യങ്ങളും ഒത്തിരി ഉണ്ട് അവിടെ, കളക്ഷൻ ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അത് മാത്രമല്ല കേട്ടോ, അടുത്ത കുറച്ച് ഓഫേഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 2 ബ്രാ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ 3 എണ്ണം ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഫ്ലാറ്റ് 50% ഓഫ് വരുന്നുണ്ട്. ബൈ 2 നറിഷിംഗ് ബ്രായ്ക്ക് 1299 രൂപ വരുന്നുള്ളൂ കേട്ടോ. അത് മാത്രമല്ല 2 സ്പോർട്സ് ബ്രാ നമുക്ക് വരുന്നത് 1000 സംതിങ് വരുന്നുള്ളൂ. ഇതും മാത്രമല്ല ബൈ 5 പാൻറ്റീസ്
നമുക്ക് 599 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മച്ച് മോർ അല്ലാതെയും വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറവാവാം കൂടുതലാവാം, ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ ഓഫേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ ആക്കാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആക്കാം. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ പ്രീപെയ്ഡ് ഓർഡറുകൾക്കെല്ലാം 5% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കും. ചിലർ വിചാരിക്കും ഇതൊക്കെ ഇവിടെ വന്ന് കാണിക്കുന്ന എന്തിനാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ചിലർ വിചാരിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം ചിലർക്കൊന്നും ഇങ്ങനെ ഒരു സംഭവം ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്ത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കും. എനിക്കറിയത്തില്ലായിരുന്നു, സീരിയസ്ലി എനിക്കിങ്ങനെ സംഭവം ഉള്ളത് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നീട് അതെനിക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ കടയിൽ പോയി എടുക്കാറേ ഇല്ല, അധികം ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും അത് നല്ല രീതിയിൽ ഉപകാരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം പ്രൈസിലൊക്കെ കിട്ടുകയാണ്, അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലൊക്കെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഓഫേഴ്സിലൊക്കെ കിട്ടാറുമ്പോൾ നല്ല കാര്യമില്ല. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.